നമ്മുടെ ട്രീ കട്ടർ ആൻ്റപ്പനും സംഘവും തട്ടിപ്പ് നടത്തി മെസ്സിയുടെ പേരിൽ. പക്ഷേ അതിന് പേര് പ്രതിരോധം ഉയർത്തുന്നത് ഡിവൈഎഫ്ഐയും CPM-ഉം. സ്വാഭാവികമാണല്ലോ. എന്താണ് ഇതിന്റെ ഗുട്ടൻസ്? അത് ഗുട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കള്ളത്തരം തട്ടിപ്പ് ഉടായ്പ ഉണ്ടോ, അവിടെ DFIയും CPM-ഉം ഉണ്ട്. കാരണം ഇത് നല്ല ഒന്നാം തരം തട്ടിപ്പാണ്, നല്ല ശുദ്ധമായ തട്ടിപ്പ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇതിനൊപ്പം 2 ചാനലുകളും 3 ചാനലുകളും ട്രീ കട്ടർമാർക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഒന്നേ ട്രീ കട്ടർ പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ട്രീ കട്ടർമാരെ വേണ്ടി വിടുപണി ചെയ്യുന്നതായിരിക്കണം, സഹാക്കൾക്ക് വേണ്ടി ഇറങ്ങുന്നവരും ആകാം. കാരണം ഈ നാട്ടിലുള്ള സകല ആൾക്കാർക്കും മനസ്സിലായി ചട്ടവും ലംഘിച്ച് നിയമവും ലംഘിച്ചാണ് ഈ റിപ്പോർട്ടർ ചാനൽ മെസ്സിയെ കൊണ്ടുവരുമെന്ന പേരിൽ വമ്പൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെയൊക്കെ ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് DYFI പോലെയുള്ള സംഘടന. കഴിഞ്ഞ ദിവസമൊക്കെ ആവേശത്തോട് ഏറ്റുമുട്ടിയായിരുന്നു ചാനലുകളിലൊക്കെ വേണ്ടി. കാരണം നടപടി എടുക്കാൻ പോകുന്നത് ഒരുപക്ഷെ UDF സർക്കാരാണെന്നുള്ളത് കൊണ്ട് ഒരു മുഴുവൻ മുൻകൂട്ടി അറിയാനായിരിക്കും. മാത്രമല്ല, നമ്മൾ ഇന്നലെ സംശയിച്ചിരുന്നത് പോലെ ഇത് ഒരു തൈക്കണ്ടി പദ്ധതിയാണോ എന്ന് നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടി വരും. അല്ലെങ്കിൽ സാക്കന്മാർ ഇങ്ങനെ ഇറങ്ങൂല. അതാണ് ഇറങ്ങിയല്ലേ എന്ന് മിക്കവാറും നമ്മൾ ചോദിച്ചാണ് പിണറായി. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലായിടത്തോളം ഇതിനകത്ത് പിണറായിക്ക് വ്യക്തമായ പങ്കുണ്ട്. പങ്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ അയാൾ ഇതിനെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഖജനാവിന് ഒരു നഷ്ടവുമില്ല എന്ന പേരിലാണ് ഇവരുടെ ന്യായീകരണം. സോളാർ കേസിന്റെ അതാണ് പുതിയ ന്യായീകരണം. അതിനാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ഉദാഹരണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരാളെ മാല പൊട്ടിച്ച് പണയം വെക്കുന്നു, അല്ലെ വിൽക്കുന്നു, ഖജനാവിന് ഒരു നഷ്ടവും ഇല്ല. 2 വ്യക്തികൾ തമ്മിലുള്ള വിഷയമാണ്, അല്ലേ? അതിനകത്ത് വേറെ ആർക്കും. പക്ഷെ ഇവിടെ എന്താണ് സംഭവം? ഇവിടെ എംബസി മുഖേന നടത്തേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഇന്ത്യൻ എംബസിയും അർജന്റീന എംബസിയും കൂടി നടത്തേണ്ട കാര്യങ്ങൾ, പണമിടപാടുകളൊക്കെ ഈ എംബസി മുഖേനയാണ് നടക്കേണ്ടിയിരുന്നത്. എംബസിയിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകണമായിരുന്നു. ഇതൊന്നും തന്നെ പാലിച്ചിട്ടില്ല. നഗ്നമായ ഒരു തട്ടിപ്പാണ്. മാത്രമല്ല, ഇത് GSTയിലെ ഒരു ഉദ്യോഗസ്ഥന് തോന്നിയ സംശയമാണെന്നാണ് പറയപ്പെടുന്നത്. അതെ, ഈ അയാൾ പിന്നീട് ഓരോന്നോരോന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഇത് മൊത്തം ഉടായ്പാണെന്ന് മനസ്സിലായത്. പക്ഷെ അയാളെ പിണറായി സർക്കാർ കേരളം മുഴുവൻ ഓടിക്കുകയായിരുന്നതാണ് ട്രാൻസ്ഫർ ചെയ്ത്. അത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളം ഭരിക്കുന്ന സർക്കാർ കേരളത്തിന് GST വരുമാനം കുറവാണെന്നും പറഞ്ഞ് നിലവിളിക്കുന്നു. കേരളത്തിൻ്റെ ഖജനാവിൽ കാശില്ലെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അങ്ങനെ നിലവിളിക്കുന്നതിനിടയിൽ നഗ്നമായ ഒരു തട്ടിപ്പിന് എങ്ങനെ ഈ സർക്കാരിന് കുടപിടിക്കാൻ കഴിഞ്ഞു? പിണറായി സർക്കാരിന് എങ്ങനെ കുടപിടിക്കാൻ കഴിയും? തട്ടിപ്പ് വെട്ടിപ്പായിരുന്നല്ലോ, നമ്മൾ പറഞ്ഞതല്ല, അവരുടെ പരിപാടി ഇത് തന്നെയായിരുന്നല്ലോ. അതെ, പൈസ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ല പൈസ ഉണ്ടാക്കി. അതായത് ഈ സംഘടന, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ശരിക്കും സ്പോൺസറാണ്, സംഘാടകരല്ല. അല്ല, ഈ സംഘാടകരും സ്പോൺസർമാരും തമ്മിലുള്ള വ്യത്യാസം നമ്മളായിട്ട് പലർക്കും അറിഞ്ഞുകൂടെ എന്ന് ഒരു സംശയം. അതാണ് കാരണം. നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും, അല്ലേ വേണ്ട, ഒരു ക്രിക്കറ്റ് കപ്പ് മത്സരം, ഇതിനകത്തങ്ങ് പോട്ടെ, IPL, ടാറ്റ IPL എന്നാണ് അതിൻ്റെ പേര്. എന്ന് പറഞ്ഞ് ടാറ്റയാണോ IPL നടത്തുന്നത്? അല്ല, IPL നടത്തുന്നത് BCCI ആണ്. അതായത് IPL-ന് ഒരു പ്രത്യേക ചെയർമാനുണ്ട്, പ്രത്യേക ഒരു സംഘാടക സമിതിയുണ്ട്, അവരാണ് നടത്തുന്നത്. അവിടുത്തെ സ്പോൺസർ മാത്രമാണ് ടാറ്റ, അല്ല ടാറ്റ ഇറങ്ങിയല്ല ഇത് നടത്തുന്നത്. ഇതേപോലെ തന്നെയാണ് ഇവിടെ മെസ്സി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പോൺസർ മാത്രമാണ് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന RBC. ഇത് നടത്തേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. പക്ഷേ ഇവിടെ നടത്തിപ്പ് ആരായിരുന്നു? ഇവരുടെ പറച്ചിൽ കേട്ടാൽ നടത്തിപ്പ് മുഴുവൻ ഈ റിപ്പോർട്ടർ ചാനൽ, അവരുടെ സ്പോൺസർ സത്യത്തിൽ സർക്കാർ. അങ്ങനെ പണ്ട് നടത്തിപ്പ് അവകാശവും കൈവശ അവകാശവും എല്ലാം സ്ഥാവരവും ജംഗമവും എല്ലാം അവരുടെ കയ്യിലാണ്. അതാ. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഒരുപാട് കൊള്ളകളിൽ ഒരു കൊള്ള ആണ് ഇത്. ഇന്നലെ തന്നെ പിണറായി പ്രതികരിക്കാൻ ഇറങ്ങിയത് ഇതിന് തടയിടാൻ വേണ്ടി തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. പെട്ടെന്ന് തന്നെ പത്രസമ്മേളനം വിളിക്കുന്നു. പിണറായി ഈ ട്രീ കട്ടർമാരെ കൈവിട്ട രീതിയിൽ ഏതാണ്ട് അതുമാതിരി സംസാരിക്കും, സംസ്ഥാന സർക്കാരിന് പദ്ധതി ചെയ്യാനില്ലായിരുന്ന രീതി പറയുന്നു. പക്ഷേ അവിടെ അപ്പോഴും ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ഇവിടുത്തെ അന്നത്തെ കായിക മന്ത്രി 2 ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് പോയതിൻ്റെ ചെലവ് സർക്കാരല്ലേ വഹിച്ചത്? ഇന്നിപ്പം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗമുണ്ട്, അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവും. ഇന്ന് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്, നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 10 മണി ആകുന്നതിന് 5 മിനിറ്റ് മുമ്പാണ്. നമ്മൾ ഇന്ന് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാം. അവിടെ മാധ്യമപ്രവർത്തകർ 2 ചേരിയായിട്ട് തിരിയും. റിപ്പോർട്ടർ ചാനൽ, ന്യൂസ് മലയാളം, കൈരളി, ബിഗ് TV, ഇത്രയും പേര് സതീശൻ്റെ കൂട്ടത്തിൽ നിന്നവൻ മയക്കുമരുന്ന് വിറ്റു എന്ന് പറഞ്ഞുള്ള സംഭവം പൊക്കിയെടുത്തോണ്ട് വരും. അതേസമയം ബാക്കി ചാനലുകളെല്ലാം കൂടി ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിനെതിരെയുള്ള ചോദ്യവുമായിട്ട് രംഗത്ത് വരും, മാധ്യമം. മാത്രമല്ല, ഈ തട്ടിപ്പ് മറച്ചു വയ്ക്കുക എന്നുള്ളത് മറ്റുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും
മുഖ്യമന്ത്രിയുടെ നേരത്തെ അദ്ദേഹത്തിൻ്റെ എന്താണ് ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഒരാളിനെ MDMA സഹിതം പിടികൂടിയ വിഷയം കത്തിക്കാൻ അല്ല, അത് എനിക്ക് ഏറ്റവും പരിഹാസ്യമായിട്ട് തോന്നുന്നത്, ഇവർ കുറേ ചാനലുകൾ എന്ന് രാവിലെ തൊട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞേ മതിയാ, ഉത്തരം പറഞ്ഞ എന്തുത്തരവാണ് അദ്ദേഹം പറയേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്തുത്തരം അദ്ദേഹം പറയണം? അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന് തന്നെ വയ്ക്കുക. അയാളെ പിടിച്ച് അകത്തിട്ടതിനേക്കാൾ വലിയ മറുപടി ഇതിനെന്താവുള്ളൂ? അല്ല, അതാണ് സാധാരണ CPM ആയിരുന്നെങ്കിൽ പിടിക്കാൻ പോയ പോലീസുകാരൻ പ്രതിയായ. അതെ, അത്രേ ഉള്ളൂ. ഇയാളെ പിടിച്ച് അകത്തിട്ടില്ലേ? അതല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ. അത് മാത്രമാണോ? അയാളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരിലേക്കും പോലീസ് അന്വേഷണം ഊർജിതമായിട്ട് നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ മുഹമ്മദ് ഷെരീഫ് എന്നോ എന്താണ് അയാളുടെ പേര്, അയാളുടെ പേരിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രതിപക്ഷ നേതാവായിരിക്കും വികസിത യാത്ര നടത്തിയപ്പം അതിൻ്റെ അകത്ത് കൂടി ഇവൻ കഞ്ചാവ് വിറ്റു. അങ്ങനെ വിറ്റത് ആരാണെന്നറിയാമല്ലോ, CPM-കാരാണ്. അത് മൊത്തം ചില്ലറ വ്യാപാരമായിരുന്നു, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. പിന്നെ നയതന്ത്രവാഹി വഴി സ്വർണം കടത്തി അവസാനം കേന്ദ്രവുമായിട്ട് സെറ്റപ്പാക്കി ഇത് ഊരിയെടുത്തത് അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഇവർക്ക് തലയുയർത്തി പിടിച്ച് നടക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇവരെ നേതാക്കന്മാരെ നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നം ലോറി സഹിതമാണ് പിടികൂടിയത്. അതെ, പിന്നെ മയക്കുമരുന്ന് കേസിൽ ഇവിടെ പിടികൂടുന്ന എല്ലാം ഇതിന്റെ നേതാക്കന്മാർ തന്നെയാണ്. അപ്പോൾ ഇവരിപ്പോൾ പുതുതായിട്ട് ഇറക്കിയിരിക്കുന്ന ഈ ട്രീ കട്ടർമാരെ രക്ഷിക്കാൻ വേണ്ടി ഇവർ പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു തന്ത്രം ഇവർ പറയുന്നത് എന്താണ്? ഈ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പ്രശാന്ത് ആണല്ലോ. പ്രശാന്തിന് പിണറായി വിജയനെ ലക്ഷ്യമില്ല, മരമുറി ആൻഡോയെ ലക്ഷ്യമില്ല, ഇയാളെ ലക്ഷ്യമില്ല, അബ്ദുറഹ്മാനെ ലക്ഷ്യമില്ല. അയാളുടെ ലക്ഷ്യം മുഴുവൻ അയാളെ ദ്രോഹിച്ച മുൻ ചീഫ് സെക്രട്ടറി ജയതിലകിനെയാണ്. അത് ചുമ്മാതങ്ങ് ലക്ഷ്യമിടാൻ പറ്റുമോ ജയതിലകിനെ? അതെ, ജയതിലക് ഇതിനകത്ത് കുറ്റവാളിയാണ്. ആണോന്ന് ചോദിച്ചാൽ ആണ്. പ്രത്യക്ഷത്തിൽ അയാളുടെ ഇടപെടലുണ്ട്, എത്രയോ കാര്യങ്ങൾ അയാൾ കുറ്റവാളിയാണ്. അതെ, അയാളുടെ പ്രത്യക്ഷത്തിൽ അയാളുടെ ഇടപെടലുണ്ട്, അയാൾ പ്രതിസ്ഥാനത്ത് തന്നെയുണ്ട്, അതിന് യാതൊരു സംശയവും വേണ്ട എന്ന് വിചാരിച്ച് ഇത് പ്രശാന്ത് ഉണ്ടാക്കിയതല്ലല്ലോ. ഇത് എങ്ങനെയാണ് പിടികൂടപ്പെടുന്നത്? GST വിഭാഗത്തിൽ നിന്നും സർക്കാരിലേക്ക് കത്ത് പോകുന്നു. ഇവന്മാരെ പിടിക്കാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് കത്ത് പോകുന്നു. അതിന് പ്രകാരം ഇവരെ കർശന നിർദ്ദേശം സർക്കാർ കൊടുക്കുന്നു, ഇവന്മാരെ പെട്ടെന്ന് തൂക്കി GST അടപ്പിക്കുക. ഇതൊന്നും ചെയ്യേണ്ട, ഇവന്മാർ GST അടച്ചിരുന്ന ഈ വിഷയം അവിടെ അങ്ങ് കഴിഞ്ഞേന്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ അടിച്ചു മാറ്റിയേ ഞങ്ങൾക്ക് ശീലമുള്ളൂ, ഞങ്ങൾക്ക് അടച്ച് പരിചയമില്ല. അടിച്ചു മാറ്റിയുള്ള പരിചയമുള്ളൂ, അടച്ചു മാറ്റിയുള്ള പരിചയം ഞങ്ങൾക്ക് ഇല്ല. അങ്ങനെയാണ് ഇപ്പോൾ പിടി വീണത്. പിടി വീണ് കഴിഞ്ഞപ്പോഴാണ് ഈ കായിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള GSTയുടെ വിവരങ്ങൾ അറിയുമ്പോഴാണ് കായിക വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള പ്രശാന്ത് ഇത് പരിശോധിക്കും. മാത്രമല്ല നേരത്തെ തന്നെ ഈ മെസ്സിയുടെ വിഷയത്തിൽ വലിയ വിവാദം കേരളത്തിലുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണല്ലോ. അത് ഇപ്പോൾ ഇത് എങ്ങനെയെങ്കിലും തല ഊരുക. ഇത് CPM അല്ലെങ്കിൽ DYFI ഒക്കെ തന്നെ പോഷക സംഘടന എല്ലാം കൂടെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് അവരുടെ നേതാക്കന്മാരെ കൂടെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഇത് അവരറിയാതെ ഈ കഴിഞ്ഞ 10 വർഷത്തിന് CPM പിണറായി വിജയൻ്റെ കുടുംബം അറിയാതെ കേരളത്തിൽ ഒരു ഉടായ്പ നടന്നിട്ടില്ലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതെ, ഇപ്പോൾ VK സനോജ് അങ്ങനെയുള്ള DYFIയുടെ നേതാക്കളെല്ലാം എന്തോ ഒരു ന്യായീകരണമാണെന്നറിയാം. അവരെ പാർട്ടി എന്ന് പറഞ്ഞാണ്. കാരണം എന്തൊക്കെ പറയുമ്പോഴും കാരണഭൂതന്മാർക്കെല്ലാം പേടിയാണ് ഇപ്പോഴും. അതെ, അതൊരു സത്യമാണ്. ഇപ്പോഴും കാരണഭൂതനോട് ശക്തനായി പാർട്ടി പേടിയാണ്. കാരണഭൂതൻ ഇതിനകത്ത് മനസ്സിലാക്കാനൊന്നുമില്ല. ഇവിടെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. വളരെ സുതാര്യമാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ വളരെ സുതാര്യമാണ്. ഏതൊക്കെ തരത്തിലുള്ള നിയമലംഘനം നടന്നിരിക്കുന്നു. അതായത് മെസ്സി എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ കൊണ്ടുവരാനും അർജന്റീൻ ടീമിനെ കളിപ്പിക്കാനും ഞങ്ങൾ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. ആരുമായി? ഒരു സ്പോൺസറുമായി, ലോക കള്ളന്മാരും തട്ടിപ്പുകാരുമായിട്ടുള്ള RBC റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനുമായിട്ട് അവർ കരാർ ഒപ്പിടുന്നു. എവിടെ കളി നടത്താൻ? കേരളത്തിൽ. ആര് സ്ഥലം കൊടുക്കും? സർക്കാർ കൊടുക്കും. ഇതിൻ്റെ സർക്കാരിൻ്റെ ചിലവ് എത്ര? സർക്കാരിന് നല്ല ചിലവുണ്ട്. സർക്കാരിന് എന്തോ ഇങ്ങോട്ട് കിട്ടും? വട്ടപൂജ്യം. ഇതിനകത്താണോ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളൊന്നാണ് വിട്ടുകൊടുത്തത് ഇവർക്ക്. അത് മാത്രമല്ല, ഇവിടെ ഒരു ഇന്റർനാഷണൽ ടീമിനെ കൊണ്ടുവന്ന് മത്സരം നടത്തിക്കുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനം ആർക്കാണ്? അത് സ്പോൺസർക്ക്. അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ റോൾ എന്താണ്? ഇതിന് നിലമൊരുക്കി കൊടുക്കുക. സർക്കാരിന് എന്ത് കിട്ടും? സർക്കാരിന് നല്ല മുഴുത്ത ഒരു ആനമുട്ട കിട്ടും. ഇതാണ് ഇതിനെയാണ് ഇങ്ങനെ നോക്കുമ്പോഴാണ് സർക്കാരിൻ്റെ പൊതുമുതൽ എവിടെ പോയി? ഈ പൊതുമുതൽ കൊണ്ടുപോയിരിക്കുകയല്ലേ, പൊതുഖജനാവിൽ വരേണ്ട പണമല്ലേ. ഏതായാലും എക്സാലോജിക്ക് പിന്നെ വേറൊരു കമ്പനി കൊണ്ട് അതുപോലെ ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പുതിയ ലോജിക് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കേണ്ടി വരും. അക്കൗണ്ടിലേക്ക് അവിടത്തേക്ക് ഉറപ്പായിട്ടും ഇത് കച്ചവടം നടന്നിട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങോട്ട് പൈസ വരും. ഇതിന് പിന്നിൽ വ്യക്തമായ കള്ളപ്പണം വെളുപ്പിക്കൽ പിണറായി വിജയനും കൂട്ടരും നടത്തിയിട്ടുണ്ട്. DYFIയെയും CPMനെയും കുട്ടിക്കുരങ്ങന്മാരെയും ഇറക്കി വിട്ട് ഇതിലും പ്രൊട്ടക്ഷൻ ഒരുക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ പണി പാളും.
പക്ഷേ ആ കേന്ദ്ര ഏജൻസിയെ അന്വേഷിക്കണമെങ്കിൽ BJP-ക്കാർ ഇതിനകത്ത് ഇടപെട്ട് ഈ റിപ്പോർട്ടർക്കാരെ സംരക്ഷിക്കാൻ പാടില്ല. ഇന്നലെ വ്യാപക വിമർശനം ഉയർന്നു. BJP ആണ് ഈ റിപ്പോർട്ടറിനെ സംരക്ഷിക്കുന്നത്. അതേ തുടർന്ന് ഒരു പ്രസ്താവന നൽകാൻ രാജീവ് ചന്ദ്രശേഖർ നിർബന്ധിതനായി. അത് അതുകൊണ്ട് അവസാനിപ്പിക്കും. രാജീവ് ചന്ദ്രശേഖർ അത് നിർബന്ധിതനായി മാറുകയാണ് ഉണ്ടായത്. എന്തായാലും ഇവന്മാർ DYFIയും പിന്നെ തിരുട്ട് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള തിരുട്ട് ഫാമിലിക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ചേരുന്ന കോമ്പിനേഷനാണ് ഈ തിരുട്ട് ആൻ്റപ്പൻ. ഇവരെല്ലാം കൂടെ ചേർന്ന് കേരളത്തെ കൊള്ളയടിച്ചതിൻ്റെ കഥയാണ്. ചുമ്മാതല്ല വഴിവിട്ട് ആൻ്റപ്പൻ വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നേ. നമ്മുടെ എക്സിറ്റ് പോൾ വരുന്നുണ്ടേ പറഞ്ഞ കണ്ടില്ലേ, ഒരിക്കലും ഇവിടെ എങ്ങനെ അധികാരത്തിൽ വരും, എവിടെ വരും, പിണറായി വിജയൻ ആരാണ്, എന്താണ്, എന്തെങ്കിലും വാഴയ്ക്ക് അറിഞ്ഞുകൊണ്ടാണോ ഇയാൾ ഇവിടെ കയറിയെന്ന് പറഞ്ഞ എന്താണെങ്കിലും ശരി, ഈ കാട്ടുകള്ളന്മാരുടെ, പിന്നെ കള്ളന്മാരുടെ ഒരു പാർട്ടിയുടെ പോഷക സംഘടന ആയതുകൊണ്ട് ഈ കാട്ടുകള്ളന്മാരെ സംരക്ഷിക്കുന്നതിന് DYFIക്കൊന്നും ഒരു മടിയുമില്ല. ഒരു ഭാഗത്ത് കാട്ടുകള്ളന്മാർ, മറുഭാഗത്ത് കള്ളന് കഞ്ഞി വെച്ച് ചമ്മന്തി അരച്ചു കൊടുത്ത വേറൊരു ഭാഗം. അതെ, അപ്പുറത്തുണ്ട്.